ഈ യൂണിയൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ പ്രധാന നേതാക്കന്മാർ അവർക്കെതിരെ ഒരുപാട് പരാതികളുണ്ട്. അവർക്കെതിരെ ഒരുപാട് പരാതികളും അവർ ഒരുപാട് സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുന്ന ആളുകളൊക്കെയാണ്. അവർക്കെതിരെ ഒരു അന്വേഷണം പോലും എനിക്ക് തോന്നുന്നു ഒരു ചെറുവിരൽ പോലും അനക്കാൻ ദേവസ്വത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയണില്ല. ഇവരൊക്കെ ദേവസ്വം ബോർഡിലെ സ്റ്റാഫുകളാണ്. ഇവരൊക്കെ ഇപ്പോഴും ദേവസ്വം ബോർഡിലെ ജീവനക്കാരാണ്. അവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാനായിട്ട് ഒരു ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല. അവരെ എനിക്ക് തോന്നുന്നു സംരക്ഷിക്കുകയാണെന്ന് തോന്നുന്നു. ഇത്തരത്തിൽ നമ്മളേതെങ്കിലും ഒരു വ്യക്തി, ഇതിൽ ഒരു യൂണിയൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇതിൽ അംഗീകരിച്ച ദേവസ്വം ബോർഡ് അംഗീകരിച്ച ആകെ ഒരു സംഘടന എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ, ഇടത് സംഘടനയാണ്. പിന്നെയും സംഘടനകളുണ്ട്, അതൊന്നും നമുക്ക് തോന്നുന്നു അത്ര ശക്തമല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൽ വന്ന് ചേരുകയും ഇവരുടെ ദ്രോഹം പേടിച്ചിട്ടാണ്. കാരണം പുറത്ത് നിന്നിട്ട് വരെയും നമ്മളെ ദ്രോഹിക്കുകയാണ്. പകരത്തിന് വിളിക്കാൻ പാടില്ല, പകരം ജോലി ചെയ്യാൻ പാടില്ല. ഒരു ക്ഷേത്രത്തിൽ നട തുറക്കാൻ വൈകി, ഇല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ നട തുറന്നില്ല എന്ന് പറഞ്ഞാൽ ആ കുറ്റം വരെ നമ്മുടെ തലയിൽ ചാരി വെച്ചാൽ അവിടുത്തെ ശാന്തിക്കാരൻ അയാൾക്ക് പകരം വ്യവസ്ഥയിൽ കിട്ടുന്ന ശമ്പളം ചോദിച്ചു 1000 രൂപ വെച്ച് ഒരു ദിവസം വേണമെന്ന് പറഞ്ഞു. ദേവസ്വം ബോർഡ് അത് അനുവദിച്ചില്ല. അങ്ങനെ അയാൾ നട അടച്ച് പോയി. അതിന് വരെ ആ കുറ്റം വരെ എൻ്റെ ഈ വാതുർക്കാവ് ക്ഷേത്രത്തിൽ ആ കുറ്റം വരെ എൻ്റെ തലയിൽ, അവിടുത്തെ നാട്ടുകാർക്ക് യഥാസ്ഥിതി സത്യം അറിയാം. ആ കുറ്റം വരെ എൻ്റെ തലയിൽ കെട്ടിവെച്ചു ഈ ദേവസ്വത്തിൻ്റെ ഈ സംഘടനയിലുള്ള നേതാക്കന്മാർ. എന്നുവെച്ചാൽ ഞാനാണ് ആ ക്ഷേത്രത്തിലെ പൂജ മുട്ടിച്ചിട്ടിട്ട് പോയത്. അത് ഈ കേസ് കൊടുത്തതിന് ശേഷം 2024 ആ കേസ് കൊടുത്തതിന് ശേഷം നിരന്തരം നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു വളരാൻ സമ്മതിക്കുകയില്ല. എന്നാൽ ഒരുപാട് ദ്രോഹം ചെയ്യാൻ വേണം. മനസ്സാവാച അറിയാത്ത കാര്യങ്ങളിൽ നമ്മളെ കൊണ്ടുപോയി ഇടുകയും വേണം. ഇപ്പോഴും നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ ഞാൻ ജോലി ചെയ്തിരുന്ന വെച്ചാൽ ദേവസ്വത്തിൻ്റെ ജോലി ചെയ്തിരുന്ന വെച്ചാൽ ക്ഷേത്രത്തിലെ ആളുകൾ ഇന്നുകൂടി വീട്ടിൽ വന്നുള്ളൂ കാലത്ത്. അവർ പറഞ്ഞ സ്വാമി എങ്ങനെയാണ് ഇതിൽ രാജിവെച്ച് തിരിച്ചു പോകുന്നത്, ആ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഒരു കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കണില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ഇന്ന് വരെ വീട്ടിൽ വന്നിരുന്നുള്ളൂ. വന്ന് ഒരുപാട് സങ്കടപ്പെട്ടു. കാരണം എന്നെ അറിയാവുന്നവർക്ക് എന്ന് വെച്ചാൽ എൻ്റെ ബിഹേവിങ്ങും ആളുകളോടുള്ള പെരുമാറ്റം വെച്ച് അവർക്കറിയാം നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത് അവിടെയുള്ള നാട്ടുകാരോട് ചോദിച്ചാലും അറിയാം. അതുപോലെ തന്നെ നീർക്കോളി ശിവക്ഷേത്രത്തിൽ പകരം വ്യവസ്ഥയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ഭൂരിഭാഗം ആളുകളും നമുക്ക് സപ്പോർട്ടുള്ള, നമ്മുടെ സ്വന്തം നാടല്ലേ, സ്വന്തം നാട്ടിൽ സ്വന്തം ഭഗവാനെ പൂജിക്കാൻ കിട്ടിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതിയിട്ടുള്ളൂ. യാതൊരുവിധ തെറ്റുകളും ഞാൻ അവിടെ നിന്നിട്ട് ചെയ്തിട്ടില്ല. നമുക്കത് ആ ഭഗവാന്റെ മുമ്പിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. സത്യം, യഥാർത്ഥം നമുക്ക് നമ്മളറിയാവുന്ന ആ ഭക്തർക്കും അറിയാം അതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ. ഈ ഇടത് അനുകൂലമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവരേറ്റവും കൂടുതൽ പറയുന്നത് ഇങ്ങനെയുള്ള ഇപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ കാണണം എന്നൊക്കെയാണല്ലോ ഇവർ പൊതുവെ പറയുന്നത്. പക്ഷേ വിഷ്ണുവിനോട് നേരെ തിരിച്ചാണല്ലോ. അതെ, നമ്മളോട് നേരെ തിരിച്ച്. ഇതിൽ എനിക്ക് തോന്നുന്നു ആ 2024 ആ കേസ് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു വളർച്ചയോ ഇല്ലെങ്കിൽ നമ്മൾ ആ കേസ് കൊടുത്തതിന് ശേഷമുള്ള നമ്മളോടുള്ള വിരോധമാണ് ഇവർ കാണിക്കുന്നത്. ഞാനതാ നേരത്തെ പറഞ്ഞത്, ഈ നമ്മളെ സംരക്ഷിക്കേണ്ടതെന്ന് പറയുന്ന ആളുകൾ തന്നെ നമ്മളെ ദ്രോഹിക്കുകയാണ്. മാക്സിമം എത്രത്തോളം ഇട്ട് നമ്മളെ ദ്രോഹിക്കാവും. ഇപ്പോഴും വീട്ടിൽ ഇരിക്കുമ്പോൾ പേടിയാണ് ഏത് തരത്തിലാണ് ഇത് തിരിച്ചു വരുന്നത്, ഇല്ലെങ്കിൽ ഏത് തരത്തിൽ നാട്ടിലുള്ള അണികളെ വെച്ച് തന്നെ, ഇല്ലെങ്കിൽ നാട്ടിലുള്ള ഈ ഇടത് യൂണിയൻ്റെ ആളുകളെ വെച്ച് തന്നെ ചിലപ്പോൾ നമ്മളെ ദ്രോഹിക്കും എന്നൊക്കെ ഉള്ളൊരു ഭയമാണ്. പുറത്തോട്ട് ഇറങ്ങാൻ തന്നെ പേടിയാണ്. വീട്ടുകാർക്കും അതെ, വീട്ടുകാർക്കും ആ ഒരു ഭയം ഇപ്പോഴും ഉണ്ട് നമ്മളോട്.